റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 2 ഭാരതീയർ കൊല്ലപ്പെട്ടു. റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്തവരാണ് കൊല്ലപ്പെട്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. സൈന്യത്തിലേക്ക് ഭാരതീയരെ എടുക്കുന്നത് റഷ്യ നിർത്തണമെന്നും ഭാരതം ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 2 ഭാരതീയരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഭാരതം ഇതിൽ പ്രതികരിച്ചിരിക്കുകയാണ്. റഷ്യയോട് ഇത്തരത്തിൽ ഭാരതീയരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തണമെന്നും ഭാരതം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഭാരതത്തിന്റെ ആവശ്യം റഷ്യ കണക്കിലെടുക്കുമോ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ദേവിക, തീർച്ചയായും ഭാരതത്തിന്റെ ഈ ആവശ്യം ഭാഗികമായെങ്കിലും നേരത്തെ കണക്കിലെടുത്തിരുന്നു. ഈ റഷ്യയിലെ ഈ വാഗ്നർ കൂലിപ്പട്ടാളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് ഭാരതീയരെ നിരവധി പേരെ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇവർ യുക്രൈനിൽ റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊരു കൂലിപ്പട്ടാള സംവിധാനമാണ്. അതായത് സൗത്ത് ആഫ്രിക്കയിൽ ഉൾപ്പെടെയുള്ള ഖനികളിലെല്ലാം തന്നെ സുരക്ഷ ഒരുക്കുന്ന ഒരു സംവിധാനമായി ഒരു വാച്ച്മാൻ സർവീസ് നടത്തുന്നത് പോലുള്ള ഒരു സർവീസായി നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വാഗ്നർ പോലുള്ള ചില കൂലിപ്പട്ടാളങ്ങൾ. വാഗ്നർ പട്ടാളമാണോ ഇപ്പോൾ റിക്രൂട്ട് ചെയ്ത് ഈ അക്രമത്തിലേക്ക് നീങ്ങിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. എങ്കിൽ കൂടി 2 ഭാരതീയർ മരിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടികളുമായി മോസ്കോയിലെ ഇന്ത്യൻ എംബസി അധികാരികളെ സമീപിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്നും മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഭാരതത്തിൽ എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റുകൾ, അതായത് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരു സമാന്തര സംവിധാനത്തിലേക്ക് ഒരു രാജ്യത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയും അവർ യുദ്ധം ചെയ്യാൻ പോവുകയും ചെയ്യുന്ന ആ ഒരു സംവിധാനം ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളിലെ ഒരു ഇനമല്ലെന്നും അത്തരത്തിലുള്ള അംഗീകാരത്തോടെ ആ നടപടികൾ തുടരാനാവില്ലെന്നും ഭാരതം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മരിച്ചവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അവർ ഭാരതത്തിൽ എവിടെയുള്ളവരാണ്? അത്തരത്തിലുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തു തന്നെയായാലും 2 പേർ മരിച്ചു എന്ന വിവരം ഇപ്പോൾ വളരെ കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും അതനുസരിച്ച് തുടർ നടപടികളുടെ ഭാഗമായി ഭൗതികദേഹം നാട്ടിലെത്തിക്കുന്നതിനും ഇത്തരത്തിലുള്ള നടപടികൾ പ്രതിരോധിക്കുന്നതിനും ഇനി ബാക്കി അഥവാ ഇത്തരത്തിലുള്ളവർ ഇനിയും അവിടെ തുടരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് റഷ്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുമുള്ള നീക്കങ്ങളുമായാണ് ഇപ്പോൾ ഭാരതം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നേരത്തെ ദേവിക ചോദിച്ചതുപോലെ ഈ ആവശ്യം അംഗീകരിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നാൽ തീർച്ചയായും ആവശ്യം അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ബ്രിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹങ്ങളിൽ ഭാരതവും റഷ്യയും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. റഷ്യയുമായി മികച്ച നയതന്ത്ര ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നയതന്ത്ര തത്വങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ചുള്ള നടപടികളും അത്തരത്തിലുള്ള നീക്കങ്ങളും എപ്പോഴാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് സമയത്താണ് അത് സംബന്ധിച്ച് അന്തിമമായ വിവരങ്ങൾ ലഭിക്കുക എന്നത് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ദേവിക. റൈറ്റ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ആണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.